നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ചെമ്മീൻ കപ്സയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ലോക്ക്ഡൗൺ ആണെങ്കിലും ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി കപ്സ ഉണ്ടാക്കാം. ഇവിടെ ഒരു 3/4 കിലോയുടെ അടുത്ത് വലിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ നല്ല നീളമുള്ള ബസ്മതി റൈസ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം കേട്ടോ. ഒരു 5-6 പച്ചമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരല്പം വലിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നാക്കിയിട്ട് ചതച്ചെടുത്ത് വയ്ക്കാം. ഇനി 2 വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതിയാവും. ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി കപ്സ മസാല പൗഡറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം തക്കോലം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു ബേ ലീഫ്, ഒരു ഡ്രൈ ലെമണിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറിയാമ്പു. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണിത്, കപ്സ മസാലപ്പൊടി. അത് 1 ടീസ്പൂൺ നമുക്ക് ചെമ്മീനിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് മാത്രം വേവിച്ചിട്ടുള്ളൂ. ഒരുപാട് വേവൊന്നുമില്ല ചെമ്മീൻ. പിന്നെ നമ്മൾ മസാലയുടെ ഒപ്പം കുറച്ചും കൂടി സമയം വേവിക്കുന്നുണ്ട്. ഇനി ഇവിടെ 1/2 കിലോ റൈസ് വേവുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിന്നായിട്ട് അരിഞ്ഞ ഒരു വലിയ സവാള ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെന്നൊരു നിർബന്ധമില്ല, കട്ടിയുള്ള ഏത് പാത്രമായാലും മതി. 1/2 കിലോ റൈസ് വേവുന്ന അല്പം വലിയ പാത്രം വേണമെന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് മൂടി വെച്ച് വഴറ്റണമായിരിക്കും നല്ലത്. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ ബിരിയാണി പോലെ ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയവും കുറച്ച് മതി. പെട്ടെന്ന് തന്നെ കപ്സ റെഡിയാക്കാൻ പറ്റും. ഇതൊരുവിധം വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയത് കാരണം അടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്സ മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വീട്ടിൽ പൊടിച്ച സാധാ ഗരം മസാല പൊടി ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച തക്കാളി അടിച്ചതാണ്, തക്കാളി പൾപ്പ്, അതും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജാറ് കഴുകി അല്പം കൂടി വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ചെമ്മീൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് അതിനകത്ത്, അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് നമുക്ക് അടച്ച് മൂടി ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ചെമ്മീനിലൊക്കെ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ചെമ്മീൻ ഓൾറെഡി വെന്ത ചെമ്മീനാണ് കേട്ടോ. ഞാൻ റൈസിനൊപ്പം ചെമ്മീൻ ഇടുന്നില്ല, അതാണ് നേരത്തെ ചെമ്മീൻ വേവിച്ചത്. ഇനി അങ്ങനെ വേണ്ട, റൈസിനൊപ്പം വേവിച്ചാൽ മതി എന്നുള്ളവർക്ക് ഈ സമയത്ത് പച്ചച്ചെമ്മീൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വയ്ക്കണം. അപ്പം ഒരു പാത്രം അരിക്ക് ഒരു 1.25 പാത്രം വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വെക്കുന്നത്. മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കുറച്ച് വെള്ളം കുറച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. റൈസിന് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ചെമ്മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെമ്മീനൊക്കെ നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ റൈസിനൊപ്പം ചെമ്മീൻ വേവിക്കുമ്പോൾ ചെമ്മീൻ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇത്തിരി ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ചെമ്മീൻ കുറച്ചെടുത്ത് കോരി മാറ്റുന്നിട്ട്. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ചെമ്മീനും കോരി മാറ്റുന്നില്ല, കുറച്ച് ചെമ്മീൻ അതിനകത്ത് കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ റൈസിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ലെമൺ പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം, പൊട്ടിക്കാത്തതാണ്. അപ്പോൾ കപ്സയ്ക്ക് ഡ്രൈ ലെമൺ മസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒരു നിർബന്ധമില്ല, വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ ബട്ടർ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും റൈസിന്.
ഇനി ആ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത റൈസ് വെള്ളം കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി, പൊട്ടിക്കാത്ത കുരുമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് വേവിച്ചെടുക്കണം. കപ്സ റെഡിയാക്കാൻ വലിയ റൈസ് വേണമെന്നൊരു നിർബന്ധമില്ല. ജീരക റൈസ് പോലെയുള്ള ചെറിയ റൈസ് ആയാലും മതി, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരുവിധം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ റൈസിനൊപ്പം ഉണ്ടായ ചെമ്മീനാണിത്. ഇനി നമുക്കിതിനകത്തേക്ക് കോരി വെച്ച് ചെമ്മീൻ മസാലയും കൂടി മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് മൂടി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സെർവ് ചെയ്യാൻ നേരത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ചെമ്മീൻ കപ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.